വെൽക്കം ടു ആയിഷസ് അക്കാഡമി. ഇന്ന് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കുന്നത്. പാർട്ട്ണർഷിപ്പില് അഡ്മിഷന്റെ സമയത്തും റിട്ടയർമെന്റിന്റെ സമയത്തും റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് അടുത്ത ദിവസം റീവാലുവേഷൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് ബേസിക് ആയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. On March 31st, 2026, they decided to admit C. The balance sheet show the following items need adjustments. അപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആയിരുന്നു. 2026 മാർച്ച് 31st ഇവര് സി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അഡ്മിഷൻ എന്നുള്ള ഒരു പ്രോബ്ലം ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ ഫേമിന്റെ ബാലൻസ് ഷീറ്റിൽ താഴെ പറയുന്ന ഐറ്റംസിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വന്നു, ചില ചേഞ്ചസ് വന്നു. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്താണ്? മെഷീനറി ഈസ് ഡിപ്രീസിയേറ്റഡ് ബൈ 10%. മെഷീനറിക്ക് എന്ത് സംഭവിച്ചു? 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അതായത് മെഷീനറിയുടെ വാല്യൂ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? കുറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ മെഷീനറിയുടെ ബുക്ക് വാല്യൂയും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000, 50,000 ആണ് ബുക്ക് വാല്യൂ ഉണ്ടായിരുന്നത്. അത് 10% കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ ₹6,000. സ്റ്റോക്ക് 6,000 എന്ത് ചെയ്തു? കൂടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ഇൻക്രീസ്ഡ് ടു 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 40,000. അപ്പോൾ 40,000 രൂപ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ബുക്ക് വാല്യൂ ഡെപ്റ്റേഴ്സിന്റെ ബുക്ക് വാല്യൂ 40,000 ആണ്. ഇതിന്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് അപ്രീസിയേറ്റഡ് ബൈ 20%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര കൂടി? 20% കൂടി. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 1 lakh എന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്നു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇതുവരെയും റെക്കോർഡ് ചെയ്യാത്ത പുതിയൊരു അസറ്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ അസറ്റ് ആണല്ലോ. ആ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് വന്നിട്ടുണ്ട്. എമൗണ്ട് 4,000 എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഓഫ് ₹2,000. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് പറയുന്നു എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്? പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു അല്ലെ? റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു, പർട്ടിക്കുലേഴ്സ് എമൗണ്ട് നമ്മൾ വരച്ചു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് എന്താണെന്നുള്ളതാണ്. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ആയാലും റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് അസറ്റിന്റെ വാല്യൂ കുറയുന്നതും ലൈബിലിറ്റി കൂടുന്നതുമാണ്. ഓക്കെ, ആ ഒരു റൂൾ ഒന്ന് മനസ്സിലൊന്ന് ബൈഹാർട്ട് ചെയ്തങ്ങ് വെച്ചേക്ക്. എന്താണ്? അസറ്റ് കുറയുന്നതും ലൈബിലിറ്റി കൂടുന്നതും ഒരേ എഫക്റ്റ് അല്ലേ? അസറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അസറ്റ് കുറഞ്ഞു, ലൈബിലിറ്റി കൂടി. ഇത് രണ്ടും നമ്മൾ എവിടെ എഴുതും? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ആ അസറ്റിന്റെ വാല്യൂ കൂടുന്നതും ലൈബിലിറ്റി കുറയുന്നതും നമ്മൾ എവിടെ എഴുതും? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ വരച്ചു. മെഷീനറി ഈസ് ഡിപ്രീസിയേറ്റഡ്. മെഷീനറി അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞെന്നാണ് ട്രാൻസാക്ഷൻ പറയുന്നത്. അപ്പൊ എവിടെയാണ് എഴുതേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു മെഷീനറി എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും? 5,000 എഴുതും. എങ്ങനെയാണ് 5,000 എഴുതുന്നത്? മെഷീനറിയുടെ ബുക്ക് വാല്യൂ 50,000 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എത്ര പെർസെന്റേജ്? 10% ആണ് കുറഞ്ഞത്. അപ്പൊ കുറഞ്ഞ വാല്യൂ എത്ര? അത് മാത്രമാണ് റീവാലുവേഷനിൽ എഴുതേണ്ടത്. റീവാലുവേഷനിൽ എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കുറഞ്ഞ വാല്യൂ എത്ര, കൂടിയ വാല്യൂ എത്ര. അസറ്റ് ആയാലും ലൈബിലിറ്റി ആയാലും അതിന്റെ റീവാല്യൂ ചെയ്തത് എത്രയാണ് ആ വാല്യൂ മാത്രം. അല്ലാതെ ബുക്ക് വാല്യൂ അല്ല നമ്മൾ എഴുതേണ്ടത്. ബുക്ക് വാല്യൂ നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ബാലൻസ് ഷീറ്റിലാണ് എഴുതുന്നത്. ഈ അക്കൗണ്ടിന്റെ പേര് തന്നെ എങ്ങനെയാണ്? റീവാലുവേഷൻ അക്കൗണ്ട്. അതായത് അസറ്റ് ലൈബിലിറ്റിയെ എന്ത് ചെയ്തു? ആ എഗെയിൻ വാല്യൂ ചെയ്തപ്പോൾ അതിലുണ്ടായ ചേഞ്ച് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ മെഷീനറിയിൽ എത്രയാണ് എഴുതേണ്ടത്? 50,000 ആണോ? അല്ല, 5,000 ആണ് എഴുതേണ്ടത്. ഇവിടെ വാല്യൂ കുറഞ്ഞത് എത്രയാണ്? 5,000 ആണ് കുറഞ്ഞത്. അത് മാത്രം നമ്മൾ എഴുതി. അടുത്ത സ്റ്റോക്ക് ഈസ് ഇൻക്രീസ്ഡ് ബൈ. സ്റ്റോക്ക് എത്രയാണ് ഇൻക്രീസ് ചെയ്തതെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6,000. അപ്പോ എവിടെ എഴുതും നമ്മൾ ഈ 6,000? ആ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു എഴുതും? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 6,000 രൂപ കൂടിയത് കാണിച്ചു. ഓക്കെ, അടുത്ത് നോക്കാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. എന്താണ് ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ?
ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസറ്റ് ആണ്. അതിൽ കിട്ടാൻ സാധ്യത ഇല്ലാത്ത പോർഷൻസിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതായത് അസറ്റ് കുറഞ്ഞെന്നും നമുക്ക് മീൻ ചെയ്യാം. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ആണ് അല്ലെ. അപ്പോ നമ്മൾ ഇത് എവിടെ തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? റിവാലുവേഷന്റെ ആ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 40,000ത്തിന്റെ 5%, 2,000 രൂപ പ്രൊവിഷൻ എഴുതി. അടുത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് അപ്രീസിയേറ്റഡ് ബൈ 20%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബുക്ക് വാല്യൂ 1,00,000 ഉണ്ട്. ആ ബുക്ക് വാല്യൂന്റെ 20% അപ്രീസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൂടി എന്നാണ്, ഇൻക്രീസ് ചെയ്തു. അപ്പൊ എത്രയാണ് കൂടിയത്? നമുക്ക് 20,000 രൂപ എന്ത് ചെയ്തു? ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ കൂടി. നമ്മൾ എവിടെ കാണിക്കും അത്? ആ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് എത്ര കാണിച്ചു? 20,000 രൂപ കാണിച്ചു. ആൻഡ് അടുത്തത് എന്താണ്? അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് വന്നു. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനില് ഇൻവെസ്റ്റ്മെന്റ് എന്നായിരിക്കത്തില്ല, ഇപ്പൊ അൺറെക്കോർഡഡ് അസറ്റ്, അൺറെക്കോർഡഡ് മെഷീനറി എന്നും ആയിക്കൊള്ളട്ടെ, ഒരു അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് കൂടി എന്നല്ലേ എന്റെ മീനിങ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്? ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 4,000 അതിന്റെ വാല്യൂ കാണിച്ചു. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണോ? അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ? ലൈബിലിറ്റി ആണ് അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്, നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടില്ല. അപ്പൊ അതെന്താണ്? ലൈബിലിറ്റി ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തെന്ന് എഴുതും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000 എന്ന് പറഞ്ഞു എഴുതി. ഓക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് നോർമൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യും പോലെ നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് സൈഡിൽ 30,000 എമൗണ്ട് വന്നു, കൂടുതലാണ് അല്ലെ. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് നമ്മൾ നോർമൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും എഴുതി 30,000. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ 21,000 രൂപ റീവാലുവേഷൻ. അതായത് ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ ഇത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് കേട്ടോ. അതായത് അസറ്റ് കൂടിയതിലുള്ള ബാലൻസ് ആണ് കൂടുതലെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് എത്ര രൂപയാണ് വന്നിട്ടുള്ളത്? 21,000 രൂപ. ഇത് ആരൊക്കെ കൊടുക്കണം? നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കണ്ടേ? ഏത് പാർട്ട്നേഴ്സ്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷന്റെ സമയത്ത് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്തു. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അപ്പൊ ഈ 21,000നെ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഷെയർ ചെയ്തു. അപ്പൊ എക്ക് കിട്ടിയത് എത്രയാണ്? 12,600. ബിക്ക് എത്ര കിട്ടി? 8,400 രൂപയും കിട്ടി. ഓക്കെ. ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ. ഇത് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. ഷുവർ ആയിട്ടും ചോദിക്കും. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് അക്കൗണ്ട് മാത്രം. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുന്നത് എസ്സേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ബൈ. ഓൾ ദി ബെസ്റ്റ്.